എഡ്യൂഫേസിൻ്റെ പുതിയൊരു കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് എല്ലാവരെയും ഹൃദ്യമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ എല്ലാ ദിവസവും നിങ്ങൾ ഡെയിലി കറണ്ട് അഫയേഴ്സ് കാണുക, പഠിക്കുക. വിവിധ മത്സര പരീക്ഷകൾ, സ്കോളർഷിപ്പ് പരീക്ഷകൾ, ക്വിസ് മത്സരങ്ങൾ ഇതിനൊക്കെ തയ്യാറാകുന്ന എല്ലാവരും ഡെയിലി കറണ്ട് അഫയേഴ്സ് കൃത്യമായിട്ട് പഠിക്കുക, നോട്ട്സൊക്കെ എഴുതി വെക്കുക, അങ്ങനെ കൃത്യമായിട്ട് മുന്നോട്ട് പോകാം. അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും ചാനലിൽ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ലഭ്യമാകാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി, ഡെയിലി കറണ്ട് അഫയേഴ്സ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ നമ്പറിൽ ജോയിൻ കറണ്ട് അഫയേഴ്സ് ക്ലാസ് എന്ന് വാട്സപ്പ് ചെയ്യുക. നമ്പർ 9778027141 എന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് GK ചാമ്പ്യൻ എന്ന പേരിലുള്ള വളരെ മനോഹരമായിട്ടുള്ള GK പഠിപ്പിക്കുന്ന ഒരു കോഴ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ GKയിലൊക്കെ താല്പര്യമുള്ള മക്കളുണ്ടെങ്കിൽ അതിൽ ജോയിൻ ചെയ്യുക. ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് 9778027141 എന്ന നമ്പറിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. എന്തൊക്കെയാണ് ഇന്ന് നടന്ന പ്രധാനപ്പെട്ട നമുക്ക് പഠിക്കേണ്ട കാര്യങ്ങൾ എന്ന് നമുക്ക് നോക്കാം. 2024 ഡിസംബറിൽ ഇന്ത്യക്കുള്ള പ്രത്യേക നികുതി ഇളവ് പിൻവലിച്ച രാജ്യമാണ് സ്വിറ്റ്സർലൻഡ്. 2024 ഡിസംബറിൽ ഇന്ത്യക്കുള്ള പ്രത്യേക നികുതി ഇളവ് പിൻവലിച്ച രാജ്യം സ്വിറ്റ്സർലൻഡ്. സ്വിറ്റ്സർലൻഡിൽ ഉയർന്ന നികുതിയിൽ നിന്ന് ഇളവ് ലഭിക്കുന്ന വിദേശ രാജ്യങ്ങൾക്കുള്ള പദവിയാണ് MFN എന്ന് പറയുന്നത്. അതായത് സ്വിറ്റ്സർലൻഡിൽ പ്രവർത്തിക്കുന്ന വിദേശ രാജ്യങ്ങളിലെ കമ്പനികൾക്കുള്ള നികുതി ഇളവ്, ഉയർന്ന നികുതിയിൽ നിന്ന് ഇളവ് നൽകുന്നതിനുള്ളൊരു പദവിയാണ് MFN എന്ന് പറയുന്നത്. ഈ MFNൻ്റെ ഫുൾ ഫോം എന്താണ്? മോസ്റ്റ് ഫേവേർഡ് നാഷൻ എന്നുള്ളതാണ്. അപ്പോൾ ഈ മോസ്റ്റ് ഫേവേർഡ് നാഷൻ എന്ന ലിസ്റ്റിൽ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ ആ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന, ആ രാജ്യങ്ങളിൽ ആസ്ഥാനമുള്ള കമ്പനികളാണെങ്കിൽ നികുതി ഇളവ് സ്വിറ്റ്സർലൻഡിൽ ലഭ്യമാകും എന്നുള്ളതാണ് ഈ MFN പദ്ധതിയുടെ ഗുണം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യ ഈ MFN പദവിയുള്ള രാജ്യമായിരുന്നു. പക്ഷേ ആ പദവിയിൽ നിന്ന് ഇന്ത്യയെ സ്വിറ്റ്സർലൻഡ് ഒഴിവാക്കി എന്നതാണ് നമ്മുടെ വാർത്ത. 30 വർഷം പഴക്കമുള്ള കരാറാണ് സ്വിറ്റ്സർലൻഡ് പിൻവലിച്ചിട്ടുള്ളത്. 30 വർഷം ഇന്ത്യ ഈ ഒരു ഗുണം അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. ഉയർന്ന നികുതിയിൽ നിന്ന് സ്വിറ്റ്സർലൻഡിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ കമ്പനികൾക്ക് ആനുകൂല്യം ലഭിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ MFN പദവിയിൽ നിന്ന് ഇന്ത്യയെ ഒഴിവാക്കി എന്നതാണ് ഇന്ത്യൻ കമ്പനികളെ സംബന്ധിച്ചിടത്തോളം വളരെ സങ്കടകരമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. സ്വിറ്റ്സർലൻഡ് ആസ്ഥാനമായ നെസ്ലെ കമ്പനിക്കെതിരെ സുപ്രീം കോടതി വിധി പ്രസ്താവിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് തീരുമാനം. ഇപ്പോൾ നെസ്ലെ ഇന്ത്യ, സ്വിറ്റ്സർലൻഡ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന നെസ്ലെ കമ്പനിക്കെതിരെ സുപ്രീം കോടതി ഈ അടുത്തൊരു വിധി പ്രസ്താവിച്ചിട്ടുണ്ടായിരുന്നു നികുതിയുമായി ബന്ധപ്പെട്ട്. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇന്ത്യയെ പ്രതിസന്ധിയിലാക്കുന്ന ഈ ഒരു തീരുമാനം സ്വിറ്റ്സർലൻഡ് എടുത്തിട്ടുള്ളത്. നടപടി 2025 ജനുവരി 1 മുതൽ ബാധകമാകും എന്നുള്ളതാണ്. അപ്പം നികുതി ഇളവിൽ നിന്ന് ഇന്ത്യയെ പുറത്താക്കിയ രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ സ്വിറ്റ്സർലൻഡ്. ഇനി നമ്മൾ രണ്ടാമത്തെ പോയിന്റിലേക്ക് കിടക്കുകയാണ്. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള വിമാനത്താവളങ്ങളിൽ ചുരുങ്ങിയ നിരക്കിൽ ഭക്ഷണം ലഭ്യമാക്കുന്ന പദ്ധതിയാണ് ഉഡാൻ യാത്രി കഫേ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ നമുക്കറിയാം എയർപോർട്ടുകളൊക്കെ, ഇന്ത്യയിലെ എയർപോർട്ടുകളൊക്കെ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യക്ക് കീഴിലാണ്. അപ്പോൾ ഈ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യക്ക് കീഴിലുള്ള വിമാനത്താവളങ്ങളിൽ ചുരുങ്ങിയ നിരക്കിൽ ഭക്ഷണം ലഭ്യമാക്കുന്ന പദ്ധതിയാണ് ഉഡാൻ യാത്രി കഫേ എന്ന പേരിൽ അറിയപ്പെടുന്നത്. പേരൊന്ന് പഠിച്ചു നോക്കുക. ഉഡാൻ യാത്രി കഫേ എന്നാണ് പേര്. ഇനി ഉഡാൻ എന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് പരിചയപ്പെടാം. ഉഡാൻ എന്ന് പറയുന്നത് വളരെ ജനകീയമായിട്ടുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പദ്ധതിയാണ്. അപ്പോൾ ഈ ഉഡാൻ എന്ന് പറഞ്ഞാൽ ഉദേ ദേശ് കാ ആം നാഗരിക്, ഉഡേ എന്നാണ് അവിടെ വരേണ്ടത്. ഉഡേ ദേശ് കാ ആം നാഗരിക് എന്ന് പറയുന്ന ഹിന്ദി വാക്കുകളുടെ ആദ്യ അക്ഷരങ്ങൾ എടുത്തിട്ടാണ് ഉഡാൻ എന്ന് പറയുന്ന ഒരു പദ്ധതി ആരംഭിച്ചിട്ടുള്ളത്, ആ പദം ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം ഇന്ത്യയുടെ സാധാരണക്കാരൻ ഉയരുക, പറക്കുക എന്നുള്ളതാണ് ഉഡേ ദേശ് കാ ആം നാഗരിക് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ചുരുങ്ങിയ ചെലവിൽ പൗരന്മാർക്ക് ആഭ്യന്തര വിമാന സർവീസ് ലഭ്യമാക്കുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് ഉഡാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഉഡാൻ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഉഡാൻ യാത്രി കഫേ എന്ന് പറഞ്ഞിട്ട് കുറഞ്ഞ ചെലവിൽ വിമാനയാത്രക്കാർക്ക് ഭക്ഷണം ലഭ്യമാക്കുന്ന പദ്ധതി ആരംഭിച്ചിട്ടുള്ളത്. കേന്ദ്ര വ്യോമയാന വകുപ്പ് മന്ത്രിയാരാണ്? K. റാം മോഹൻ നായിഡുവാണ്. കേന്ദ്ര വ്യോമയാന വകുപ്പ് മന്ത്രി. ഉഡാൻ പദ്ധതി ആരംഭിച്ചത് എപ്പോഴാണ്? 21 ഒക്ടോബർ 2016 ഒക്ടോബർ 21 ഉഡാൻ പദ്ധതി കുറഞ്ഞ ചെലവിൽ ആഭ്യന്തര വിമാന സർവീസ് ലഭ്യമാക്കുന്ന ഉഡാൻ പദ്ധതി ആരംഭിച്ചത് ഒക്ടോബർ 21, 2016.
നമ്മൾ അടുത്ത പോയിന്റിലേക്ക് പോവുകയാണ്. 2024 ഇന്ത്യ ഇൻ്റർനാഷണൽ ഇൻഡസ്ട്രിയൽ എക്സ്പോയുടെ വേദി എവിടെയാണ്? കൊച്ചിയാണ്. 2024 ഇന്ത്യ ഇൻ്റർനാഷണൽ ഇൻഡസ്ട്രിയൽ എക്സ്പോയുടെ വേദി കൊച്ചിയാണ്. സംസ്ഥാന വ്യവസായ വകുപ്പ് മന്ത്രി ആരാണ്? പി രാജീവാണ്. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, സംസ്ഥാന വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവാണ്. കേരളത്തിൽ പുതുതായി കടുവ സഫാരി പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണ്? മുതുകാടാണ്. കോഴിക്കോട് ജില്ലയിലെ മുതുകാട്, ചക്കിട്ടപ്പാറക്കടുത്തുള്ള മുതുകാട് എന്ന് പറയുന്ന സ്ഥലത്താണ് കേരളത്തിൽ പുതുതായി കടുവ സഫാരി പാർക്ക് നിലവിൽ വരുന്നത്. അപ്പോൾ കേരളത്തിലെ ലയൺ സഫാരി പാർക്ക് എവിടെയാണ് അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. കേരളത്തിലെ ലയൺ സഫാരി പാർക്ക് എവിടെയാണ് എന്ന് അറിയുന്ന ആളുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യാം? കമൻറ്റ് ചെയ്യാട്ടോ. അതിൻ്റെ ഉത്തരം കമൻറ്റ് ചെയ്യുക. അപ്പം കടുവ സഫാരി പാർക്ക് വരാൻ പോകുന്നത് കോഴിക്കോട് ജില്ലയിലെ മുതുകാട് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഈ ഫ്രാൻസിൻ്റെ പുതിയ പ്രധാനമന്ത്രിയായിട്ട് ചുമതലയേറ്റതാരാണ്? ഫ്രാൻസ്വാ ബൈറു എന്ന വ്യക്തിയാണ്. അപ്പം ഫ്രാൻസിൻ്റെ പ്രധാനമന്ത്രി ആയതുകൊണ്ട് തന്നെ രാജ്യത്തിൻ്റെ പേരുമായിട്ട് അദ്ദേഹത്തിൻ്റെ പേരിനൊരു ബന്ധമുണ്ട്. അത് ഫ്രാൻസ്വാ ബൈറു എന്നതാണ്. അപ്പോൾ ഫ്രാൻസിൻ്റെ പുതിയ പ്രധാനമന്ത്രി ഫ്രാൻസ്വാ ബൈറു ആണ്. ഇപ്പോൾ അടുത്ത വർഷം ഫ്രാൻസിൽ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. അപ്പോൾ അവിടെ താൽക്കാലികമായിട്ടൊരു അധികാര മാറ്റത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു അധികാര മാറ്റമാണ്, അല്ലെങ്കിൽ സ്ഥാനമാറ്റമാണ്. തിരഞ്ഞെടുപ്പ് നടന്നതിന് ശേഷം അധികാരത്തിൽ വന്നതല്ല ഫ്രാൻസ്വാ ബൈറു എന്ന് ഓർത്തു വെക്കുക. ഫ്രഞ്ച് പ്രസിഡന്റ് ആരാണ്? ഇമ്മാനുവൽ മക്രോയാണ് ഫ്രഞ്ച് പ്രസിഡന്റ്. ഇനി അടുത്ത പോയിന്റ് പറയുകയാണെങ്കിൽ, ഉപരാഷ്ട്രപതിയെ നീക്കാനുള്ള പ്രമേയത്തിന് നോട്ടീസ് നൽകി ഇന്ത്യ സഖ്യം. നമ്മൾ ഈ വിഷയം നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഭരണപക്ഷത്തെ പ്രതിസന്ധിയിലാക്കാൻ വേണ്ടിയിട്ട് ഉപരാഷ്ട്രപതി അഥവാ രാജ്യസഭാ ചെയർമാൻ കൂടിയായിട്ടുള്ള ഉപരാഷ്ട്രപതിക്കെതിരെ ഇന്ത്യ സഖ്യം പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരിക്കുകയാണ്. അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരിക്കുകയാണ്. ഉപരാഷ്ട്രപതിയെ നീക്കണമെന്ന് ആവശ്യപ്പെടുന്നത് ഇന്ത്യ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. ഉപരാഷ്ട്രപതി ആരാന്നറിയാലോ? ജഗദീപ് ധൻകറാണ് നിലവിലെ ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി. രാജ്യസഭാ സെക്രട്ടറി ജനറൽ ആയിട്ടുള്ള PC മോദിക്കാണ് അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കാനുള്ള നോട്ടീസ് നൽകിയിരിക്കുന്നത്. അപ്പോൾ രാജ്യസഭാ സെക്രട്ടറി ജനറൽ ആരാണെന്ന് പഠിക്കുക. PC മോദിയാണ് രാജ്യസഭാ സെക്രട്ടറി ജനറൽ. രാജ്യസഭാ പ്രതിപക്ഷ നേതാവാണ്? മല്ലികാർജുൻ ഖാർഗെയാണ് രാജ്യസഭാ പ്രതിപക്ഷ നേതാവ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ കറണ്ട് അഫയേഴ്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. വീണ്ടും മറ്റൊരു കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുമായി നിങ്ങളിലേക്ക് വരും. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.